ഇസ്രയേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചുകൊണ്ട് ചൈനയുടെ പ്രധാനമന്ത്രി ശക്തമായൊരു വാക്കാണ് ഇന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ആരെങ്കിലും ഇസ്രയേലുമായി ഹസ്തദാനത്തിന് പോവുകയാണെങ്കിൽ അവരെ ബ്രിക്സിൽ നിന്ന് പുറത്താക്കുമെന്ന് മാത്രമല്ല, എല്ലാ ഉഭയകക്ഷി ബന്ധങ്ങളിൽ നിന്നും അവർ പുറത്താകേണ്ടി വരുമെന്നും ഇന്നിപ്പോൾ ചൈന പറഞ്ഞിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇസ്രയേലും ഇപ്പോൾ ഒരു പ്രത്യേകമായ ഒരു കൂട്ടുകെട്ട്? ഇറാനും ഇസ്രയേലും അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് എത്തി നിൽക്കുന്ന, ഒരു ഭാഗത്ത് ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് ഇസ്രയേൽ ഇന്ത്യയുമായി ചേർന്ന് ഒരു പുതിയ സഖ്യമുണ്ടാക്കുന്നതിന് പിന്നിലെ കാര്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ആവേശഭരിതനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സഖ്യം പ്രഖ്യാപിക്കാനുള്ള കാരണം എന്നത് പ്രധാനമായും ഇവിടെ വിലയിരുത്തേണ്ട കാര്യമാണ്. നമുക്കറിയാം, പാകിസ്ഥാൻ ഇപ്പോൾ വലിയ രീതിയിൽ സൈനിക സംവിധാനങ്ങളിലെല്ലാം വളർന്നു വരികയാണ്. പ്രത്യേകിച്ച് അവർക്ക് ചൈനയുടെ എല്ലാവിധ സപ്പോർട്ടും ലഭിക്കുന്നു. ഇതിനപ്പുറം ഇത് ഇന്നോ ഇന്നലെയുള്ള കാര്യമല്ല, അതിനപ്പുറത്തേക്ക് ഒരു പുതിയ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സൗദി അറേബ്യയും അതുപോലെ തന്നെ തുർക്കിയും പാകിസ്ഥാനും ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ സഖ്യം, അതായത് ഒരു സുന്നി ആഗോളതലത്തിലുള്ള ഒരു സുന്നി രാഷ്ട്രങ്ങളുടെ സഖ്യം രൂപീകരിക്കപ്പെടുകയാണ്. ഈ രാഷ്ട്രങ്ങളുടെ പ്രധാനമായും മുന്നിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് ഇസ്രയേൽ, അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങൾക്കെതിരെ ഒന്നിക്കുക, അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ഇറാന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുക എന്ന് തന്നെയാണ്. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സഖ്യം വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ ഡ്രോൺ സംവിധാനങ്ങളിൽ വളരെ വികസിച്ച ഒരു രാഷ്ട്രമാണ് തുർക്കി. ആണെങ്കിലും അതുപോലെ പുതിയ സൈനിക സാങ്കേതിക വിദ്യയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് തുർക്കിയുടെ ബൈക്കാർ, അതുപോലെ തന്നെ അസൽസാൻ തുടങ്ങിയ കമ്പനികൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മറ്റൊരു ഭാഗത്ത് സൗദി അറേബ്യ സമ്പന്നമായി വളരെ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ പിന്നിലാണ്. പക്ഷെ ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സൗദി അറേബ്യയും കൂടെ ചേരുമ്പോൾ ഇതൊരു വലിയ സഖ്യമായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉയർത്തുന്നു എന്നാണ് ഇന്ത്യൻ ഭരണകൂടം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സഖ്യത്തിനെ കുറിച്ച് ഇന്ത്യ അന്വേഷിക്കുകയാണ്. എന്നാൽ ഇതിന്റെ മറ്റൊരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കാരണം ലോകത്തെ ഏക മുസ്ലിം ആണവ ശക്തിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ എന്താണ് പ്രശ്നം? യഥാർത്ഥത്തിൽ പല രാഷ്ട്രങ്ങൾക്കും ആണവായുധങ്ങളുണ്ട്. പക്ഷെ ഇറാന് ആണവായുധം ഉണ്ടാകുമ്പോൾ എന്താണ് ഇസ്രയേലിന് പ്രശ്നമുണ്ടാകുന്നത്? കാരണം ഒരു മുസ്ലിം രാഷ്ട്രം, ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രയേലിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രത്തിനും ശക്തി ഇല്ലാതെ വരണം. കാരണം മുസ്ലിം രാഷ്ട്രങ്ങളെ വെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രമെങ്കിലും ആണവായുധമുള്ളത് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഈ പദ്ധതി നടപ്പാക്കാൻ. അതുകൊണ്ടാണ് ഇസ്രയേൽ ഒരു കാലത്ത് ഇറാഖിന്റെ ആണവ പദ്ധതികൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു, സിറിയയിൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാഖിന്റെയും സിറിയയുടെയും ഈ ആക്രമണം നമുക്കറിയാം, ഒരു വലിയ യുദ്ധങ്ങൾ അവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ അവിടെയൊന്നും പ്രശ്നങ്ങളില്ലാത്ത ഘട്ടങ്ങളിൽ തന്നെ അവിടെയുള്ള ആണവ പദ്ധതികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതേപോലെ ഈജിപ്തിൽ ആണവ റിയാക്ടറിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മുസ്ലിം രാഷ്ട്രത്തിലും ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു തീരുമാനം അമേരിക്കക്കും ഇസ്രായേലുമുണ്ട്. എന്നാൽ അതേ രീതിയിൽ തന്നെയാണ് ഇറാനോട് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും സമീപിക്കുന്നത്. അതേ സമയത്ത് പാകിസ്ഥാന് ആണവായുധമുണ്ട്. ഈ ആണവായുധം നശിപ്പിക്കുവാൻ വേണ്ടി ഇസ്രായേലിന് ഇന്ത്യയെ ഉപയോഗപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇസ്രായേലും അമേരിക്കയും ഒരു രാഷ്ട്രവുമായി സഖ്യത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ആ ഉപയോഗം കഴിഞ്ഞാൽ അത് വലിച്ചെറിയുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണിപ്പോൾ നമുക്ക് അമേരിക്കയുടെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പാകിസ്ഥാൻ, ഒരു ആണവ ശക്തിയായ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിന്റെ മുന്നിലുള്ളത്. ഇറാൻ അവസാനിച്ചാൽ ഈ പാകിസ്ഥാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന് നേരെയുള്ള ഒരു നീക്കം നടത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അത് ഇന്ത്യയാണ് എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അത്തരത്തിലുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് 2 ദിവസം മുമ്പ് നെതന്യാഹു പറഞ്ഞത്. ഷിയ അച്ചുതണ്ടുകളെയും അതുപോലെ സുന്നി അച്ചുതണ്ടുകൾ, ഈ 2 അച്ചുതണ്ടുകൾ, ഒന്ന് പഴയ അച്ചുതണ്ടാണെങ്കിൽ ഒന്ന് പുതിയ അച്ചുതണ്ട് രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഉള്ള ശക്തമായ ഒരു സഖ്യമാണ് എന്നാണ് ഇന്ത്യയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഇറാനിൽ നിന്ന് വരുന്ന ഔദ്യോഗികമല്ലെങ്കിൽ പോലും ചില റിപ്പോർട്ടുകളുണ്ട്, ഇന്ത്യ ഇസ്രായേലിനെ ഇറാനെതിരെ ആക്രമിക്കാനുള്ള ആയുധ
ആയുധം നൽകിക്കഴിഞ്ഞാൽ $10 ബില്യൺ ഇന്ത്യയുടെ FDI ഇസ്രായേൽ തകർക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു. ഈ വാർത്ത യഥാർത്ഥത്തിൽ ഔദ്യോഗികമല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ തീർച്ചയായും ഇറാൻ അങ്ങനെ ഒരു നീക്കം നടത്താനുള്ള സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും ഇറാനും ഇന്ത്യയും തമ്മിൽ വലിയ ബന്ധം നിലനിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്. ഇന്ത്യക്ക് ഇറാനെ കൊണ്ടും ഇറാൻ ഇന്ത്യയെ കൊണ്ടും വലിയ നേട്ടങ്ങളുണ്ട്. വലിയ സൗഹൃദം ഈ കാലം വരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്ത്യയുടെ ഈ നിലപാട് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇറാനുമായി ഒരു ബന്ധം പുലർത്തിയതിന്റെ പേരിൽ ഒരു കാലത്തും ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല. അതേസമയം ഇസ്രായേൽ എന്ന് പറയുന്നത് അത് ആളുകളെ എപ്സ്റ്റീൻ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു ബ്ലാക്ക്മെയിൽ ഫാക്ടറിയാണ് എന്ന കാര്യം ഇപ്പോൾ ലോകം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്തായിരിക്കും ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പുതിയ ഈ നീക്കങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.